എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 7ാം ക്ലാസ് SCERT സോഷ്യൽ സയൻസിലെ നവകേരള സൃഷ്ടിക്കായി എന്ന ചാപ്റ്ററുമായിട്ട് അതിൽ PSC ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. കേരള ഹിസ്റ്ററി ഒക്കെ സംബന്ധിച്ചും അല്ലെങ്കിൽ കേരള നവോത്ഥാനമൊക്കെ സംബന്ധിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കി പോവാം. ഒന്നാമത്തെ ചോദ്യം: തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാതോരിങ്ങനെ എട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ഏത് കൃതിയിലെ വരികളാണിത് എന്ന് ചോദിച്ചാൽ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. SCERT കൊടുത്തിരിക്കുന്ന വരിയായതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് തന്നെ വെച്ച് പഠിച്ചോളണം. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, ആ വരി വന്നു കഴിഞ്ഞാൽ അത് ദുരവസ്ഥയിലെ വരിയാന്നുള്ളത് മറക്കാതിരിക്കുക. അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, PSC 1 മാർക്ക് ചോദ്യമാണ്, കുമാരനാശാൻ. ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് കുമാരനാശാൻ. കേരളത്തെ പ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ആദ്യം മുതലേ നമ്മൾ കേട്ടുവരുന്നൊരു കാര്യമാണത്. കേരളത്തെ പ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ. വൈകുണ്ഠസ്വാമി ശാസ്ത്രജ്ഞനായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ശാസ്താംകോ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐത്തം എന്ന ദുരാചാരത്തെ വെല്ലുവിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളായിരുന്നു. അവർണ സവർണ വ്യത്യാസമില്ലാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ അവർണ സവർണ വ്യത്യാസമില്ലാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ഈ ഒരു സമം വന്നു കഴിഞ്ഞാൽ സമത്വ സമാജം, അതേപോലെ തന്നെ സമപന്തി ഭോജനം, ആ ഒരു സമം വന്നു കഴിഞ്ഞാൽ അത് വൈകുണ്ഠ സ്വാമികളാണെന്ന് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാൻ വേണ്ടിയിട്ടും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ലഹളയാണ് നമ്മൾ ചാന്നാർ ലഹള എന്ന് പറയുന്നത്. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടന സമത്വ സമാജം. നമ്മൾ പറഞ്ഞു, സമപന്തി ഭോജനം എന്ന് പറഞ്ഞാലും വൈകുണ്ഠസ്വാമികളാണ്, സമത്വ സമാജം എന്ന് പറഞ്ഞാലും വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. വെണ്ണീജം വൈകുണ്ഠസ്വാമി, വെണ്ണീജം വൈകുണ്ഠസ്വാമി, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിനെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആഹ്വാനം ചെയ്തത് അപ്പോൾ ആ വൈകുണ്ഠസ്വാമി തന്നെയാണ്. അപ്പൊ അവിടെ ഒരു വാവാ കണക്ഷൻ നമുക്ക് ഉണ്ടാക്കി വെക്കാം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂല. ചട്ടമ്പികളെ നമ്മൾ മൂലയിൽ കൊണ്ടിരുത്തും എന്നൊക്കെ നിങ്ങൾക്ക് അതിനൊരു കണക്ഷൻ ഉണ്ടാക്കാം. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയാണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്, അതുകൊണ്ട് ഓരോന്നും പ്രീവിയസ് ചോദ്യങ്ങളാന്ന് എടുത്തു പറയേണ്ട കാര്യം പോലും ഇല്ലാത്ത രീതിയിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളാണ്.
ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രിക്കുന്നതിനുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്ന പേര് ലഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രിക്കുന്നതിനുള്ള ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്ന പേര് ലഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചത് ചട്ടമ്പി സ്വാമികൾ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്ത നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം കൊല്ലത്തെ പന്മനയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം കൊല്ലത്തെ കൊല്ലം ജില്ലയിലെ പന്മൽ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്. ഈ വചനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുത്തത് ആരുടെ വചനമാണ് എന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഈ വചനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. തിരുവനന്തപുരത്തെ ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലം ആലുവയാണ്. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലം ആലുവ. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലം ആലുവ. ആലുവ സർവമത സമ്മേളന കവാടത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്നെഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ആലുവ സർവമത സമ്മേളന കവാടത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്നെഴുതിയത് ശ്രീനാരായണ ഗുരുവാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന പ്രഖ്യാപനം നടത്തിയ വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന പ്രഖ്യാപനം നടത്തിയത് ശ്രീനാരായണ ഗുരു. ഗുരു സന്ദേശങ്ങൾ നടപ്പിലാക്കാനും പ്രചരിപ്പിക്കുവാനും വേണ്ടി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം 1903 ഗുരു സന്ദേശങ്ങൾ നടപ്പിലാക്കാനും പ്രചരിപ്പിക്കുവാനും വേണ്ടി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 1903 എന്നുള്ളത് ഓർത്തിരിക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവശതകം എന്നിവ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവശതകം എന്നിവയാണ്. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം. ഇതൊക്കെ 1903 അവര് പറഞ്ഞ കാര്യമാണ്. ഇപ്പം
ലോകത്ത് നടക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചാൽ നമുക്ക് തന്നെ ഇത്തരം വാചകങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന അവസ്ഥയിലേക്ക് നാം മാറിയിട്ടുണ്ട്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആവണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത് തിരിച്ചറിയാം. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറമാണ്. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ സ്ഥലം കാരമുക്ക് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ സ്ഥലം കാരമുക്ക് ക്ഷേത്രം. ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം ശിവഗിരി. ശിവഗിരി ശാരദ, ശാരദ ശിവഗിരി എന്നൊക്കെ അങ്ങ് ഓർത്തു വെച്ചാൽ മതി. ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള സ്ഥലം ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയ കണ്ണാടി പ്രതിഷ്ഠിച്ചത് കളവൻകൂട് ആലപ്പുഴയാണ്. ശ്രീനാരായണ ഗുരു ഓം എന്നെഴുതിയിട്ടുള്ള കണ്ണാടി പ്രതിഷ്ഠിച്ചത് ആലപ്പുഴയിലെ കളവൻകൂട്ടിലാണ്. ശ്രീനാരായണ ഗുരു അവസാനമായിട്ട് നടത്തിയ പ്രതിഷ്ഠ കളവൻകൂട് കണ്ണാടി പ്രതിഷ്ഠയാണ്. ശ്രീനാരായണ ഗുരു അവസാനമായി നടത്തിയ പ്രതിഷ്ഠ കളവൻകൂട് കണ്ണാടി പ്രതിഷ്ഠയാണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. അയ്യങ്കാളി അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ച വർഷം 1904. അയ്യങ്കാളി അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ച വർഷം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1904. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന പ്രഖ്യാപനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. സാമൂഹിക വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. സാമൂഹ്യ വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന സാധുജന പരിപാലന സംഘമാണ്. സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതൊന്ന് കേട്ടുപോയാൽ മതി. അവർണജാതിക്കാർക്ക് ഒരു പൊതുനിരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന എന്നിവയാണ് സാധുജന പരിപാലന സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ. അതൊന്ന് കേട്ടു നോക്കുക. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചിലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം, ഒന്നാമത്തത്. രണ്ടാമത്തത്, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യൻ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്നുള്ളതും വക്കം അബ്ദുൽ ഖാദർ മൗലവി വിശ്വസിച്ചിരുന്നു.
വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രവർത്തനങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു, സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നി പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു, വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി സംഘടനകളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിന്റെ ഓരോന്നും PSC 1 മാർക്ക് ചോദ്യം എന്ന് ഞാൻ എടുത്തു പറയാത്തത് എല്ലാം തന്നെ ഒരുവിധം ചോദിച്ചുകൊണ്ടാണ്. ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. വക്കം അബ്ദുൽ ഖാദർ മൗലവി പാണ്ഡിത്യം നേടിയിട്ടുള്ള ഭാഷകള് മലയാളം, ഉറുദു, അറബിക്, സംസ്കൃതം, പേർഷ്യൻ എന്നിവയായിരുന്നു. മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂരാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുങ്ങല്ലൂരാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കപ്പെട്ട സ്ഥലം കൊടുങ്ങല്ലൂർ. മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനവുമായി സഹകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനവുമായി സഹകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം ഐക്യസംഘത്തിന്റെ പ്രവർത്തനവുമായി സഹകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം എന്നിവ. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം എന്നിവ. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന പത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്ത വർഷം 1910 സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്ത വർഷം 1910. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുതണ്ടുമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവല്ലയിലെ ഇരവിപ്പേരൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ. തിരുവല്ലയിലെ ഇരവിപ്പേരൂരിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ പറയും. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ കുമാരഗുരുദേവൻ. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ കുമാരഗുരുദേവൻ, അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ളത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ തന്റെ ജനതയുടെ ദുരവസ്ഥകൾ പാട്ടിലൂടെ പ്രചരിപ്പിച്ചതിന് ഉദാഹരണങ്ങളാണ് കാണുന്നില്ലൊരക്ഷരവും എന്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറയുന്ന വരികള്, മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങൾ ഉഴുതിടുന്നു എന്ന വരികളൊക്കെ ഇദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ പൊയ്കയിൽ കുമാരഗുരുദേവൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ കുമാര ഗുരുദേവൻ. അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവാണ് ശ്രീ കുമാര പൊയ്കയിൽ
കുമാരഗുരുദേവൻ. 2 തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവാണ്. 1921, 1931 വർഷങ്ങളിലാണ് ഇദ്ദേഹം ഈ ഒരു ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം മുതൽ കുളത്തൂർ വരെ യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് കുമാരഗുരുദേവനായിരുന്നു. 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം മുതൽ കുളത്തൂർ വരെ യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് കുമാരഗുരുദേവനാണ്. 1-ാം ലോക മഹായുദ്ധകാലത്ത് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് കുമാരഗുരുദേവനാണ്. സമാധാനം ലോകത്തിന് സമാധാനം എന്ന വരി അവിടെ ഓർത്തിരിക്കുക. 1-ാം ലോക മഹായുദ്ധകാലത്ത് സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് കുമാരഗുരുദേവനാണ്. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു വാഗ്ഭടാനന്ദൻ. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ആത്മവിദ്യാസംഘമാണ്. അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ ആത്മവിദ്യാസംഘമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും ഇദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തോൽവിറക് സമരം നടന്ന ചീമേനി ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിലാണ്. തോൽവിറക് സമരം നടന്ന ചീമേനി ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. മേച്ചിൽപ്പുള്ളി സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയാണ്. മേച്ചിൽപ്പുള്ളി സമരത്തിന് ഇതൊക്കെ റീസെന്റ് PSC ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതോർത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കി പഠിക്കുക. മേച്ചിൽപ്പുള്ളി സമരത്തിന് നേതൃത്വം കൊടുത്തത് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയാണ്. കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ മേച്ചിൽപ്പുള്ളി സമരം നടന്ന ജില്ല കണ്ണൂര്. കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ മേച്ചിൽപ്പുള്ളി സമരം നടന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരിക്കുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളാണ് VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട് എന്നിവർ. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളാണ് VT ഭട്ടതിരിപ്പാട്, MR ഭട്ടതിരിപ്പാട് എന്നിവർ. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമത്വത്തിനും വിവേചനത്തിനുമെതിരെ പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഇവര് രണ്ടുപേര്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചിട്ടുള്ളത് VT ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് പ്രേംജിയാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ പ്രേംജി. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാൻ നേതൃത്വം നൽകിയ വനിതകളാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടീരി, പാർവതി നെന്മേനിമംഗലം എന്നിവർ. നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കാൻ നേതൃത്വം നൽകിയ വനിതകളാണ് ആര്യ പള്ളം, ദേവകി നരിക്കാട്ടീരി, പാർവതി നെന്മേനിമംഗലം എന്നിവർ. കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നിവ. കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങളാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി അതായത് CMS, പിന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നിവ. ഇതിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, ചർച്ച് മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, പിന്നെ കൊച്ചി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലാണ് എന്നുള്ളതും കൂടെ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ പുത്തനുണർവ് സൃഷ്ടിച്ച പരിഷ്കർത്താക്കളാണ് സഹോദരൻ അയ്യപ്പൻ, KP കറുപ്പൻ, മക്തി തങ്ങൾ എന്നിവർ. കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലെ പുത്തനുണർവ് സൃഷ്ടിച്ച പരിഷ്കർത്താക്കളാണ് സഹോദരൻ അയ്യപ്പൻ, KP കറുപ്പൻ, മക്തി തങ്ങൾ എന്നിവർ. ഇത്രയുമാണ് ഈ ഒരു കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗത്ത് പറയാനുള്ളത്.
കേരള ഹിസ്റ്ററി, കേരള നവോത്ഥാനം ഭാഗത്ത് നിന്ന് നല്ല ചോദ്യങ്ങൾ ഇവിടെ ഒരുപാടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് PSC ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂട്ടുകാർക്ക് വേണ്ടി കൂടെ ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക.